35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY മഞ്ഞ കാർഡ്, PHH മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ 33,34,000 സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത്. പ്രതിവർഷം 3800 കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു മിനി ബജറ്റ് തന്നെയായിരുന്നു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ നടത്തിയത്. ഇതിൽ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു വീട്ടമ്മ പെൻഷൻ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീട്ടമ്മ പെൻഷൻ ഏർപ്പെടുത്തുമെന്ന്. വീട്ടമ്മ പെൻഷൻ ഈ അവസാന സമയത്താണ് എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നു. എല്ലാ മാസവും 1000 രൂപയാണ് വീട്ടമ്മമാർക്ക് ലഭിക്കുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള BPL വിഭാഗങ്ങളിൽപ്പെടുന്ന, അതായത് AAY മഞ്ഞ റേഷൻ കാർഡ്, PHH പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക. നിലവിൽ മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത, സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക. എന്നാൽ പോലും സംസ്ഥാനത്ത് 31.34 ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വീട്ടമ്മ പെൻഷൻ നടപ്പിലാവാൻ വേണ്ടി പോവുകയാണ്. കുടുംബങ്ങളിൽ ജോലിയില്ലാത്ത വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രയോജനം ലഭിക്കുക. BPL വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. എല്ലാ മാസവും 1000 രൂപ പെൻഷൻ ലഭിക്കും. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ എല്ലാ മാസവും 1000 രൂപയായിരിക്കും ഇവർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ തന്നെ, അതായത് നവംബർ മാസം തന്നെ ആരംഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടി വരും. അപേക്ഷിച്ച് ആ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ആ ഒരു തുക വിതരണം നടത്തുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. വീട്ടമ്മ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നടപ്പിലാകുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.